നമ്മുടെ വീട്ടിലുള്ളവരുടെയൊക്കെ ഇതുപോലെ കിടന്ന് ഓടണ്ടെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക, മനസ്സിലാക്കുക. ഇനിയെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് വായ തുറന്ന് സംസാരിക്കുക, അഡ്രസ്സ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പക്ഷേ ഇതിനെപ്പറ്റി തന്നെ ആരും അങ്ങനെ ഭയങ്കരമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വളരെ കുറച്ച് ചുരുക്കം പേരെ അഡ്രസ്സ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം ഈഗിള് അഡ്രസ്സ് ചെയ്തതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. ഇത് പറയുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഞെട്ടലുണ്ടാവും. നിങ്ങൾ പാരൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഈ ഫോണൊക്കെ മേടിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക. കുട്ടികളധികം കാണണമെന്ന് ഞാൻ പറയില്ല, കാരണം ഇത് കുറച്ച് അതുപോലത്തെ ഒരു കണ്ടന്റ് ആണ്. ബട്ട് ഇതിവിടെ അഡ്രസ്സ് ചെയ്തേ പറ്റൂ. നമ്മുടെ ഈ സൊസൈറ്റിയിൽ വൾഗറായിട്ട് മെൻ്റലി ഹൈ എക്സ്ട്രീമിലി ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളില്ലേ, അമ്മമാരും പെങ്ങന്മാരൊക്കെ, നമ്മുടെ ഗേൾ ഫ്രണ്ട്, നമ്മുടെ വൈഫ്, ഈ ടെലിഗ്രാമിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പെണ്ണുങ്ങളുടെ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ 100 രൂപ മുതൽ നിങ്ങൾക്ക് പറയുന്ന പോലെ അവർ വീഡിയോസ് വെച്ച് ക്രിയേറ്റ് ചെയ്ത് അത് സെല്ല് ചെയ്യുന്നവന്മാർ ഗ്രൂപ്പിലിട്ട്, ഈ വിൽക്കുന്ന സാധനങ്ങൾ ഈ ഗ്രൂപ്പിൽ കുറേ മെമ്പേഴ്സ് പോയി അത് കാശ് കൊടുത്ത് മേടിക്കാനായിട്ട് ഒരുപാട് സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ സൊസൈറ്റിയിൽ ഇപ്പോഴും ഉണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഇവനെയൊക്കെ വേറെ അടുത്തൊരു ഗ്രൂപ്പിന്റെ പേര് ഞാനിവിടെ പറയാം. നമുക്കത് പറയാൻ തന്നെ എന്തോ. ആ ഗ്രൂപ്പിന്റെ പേര് അമ്മ എന്നാണ്. ആ ഗ്രൂപ്പിന്റെ പേര്. ഈ ഗ്രൂപ്പിൽ ഏകദേശം 4000-4000 പേര് മെമ്പേഴ്സാണ്. ഈ ഗ്രൂപ്പിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നമ്മുടെ അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും. പക്ഷെ ഇതല്ല, നമ്മുടെയൊക്കെ അമ്മമാരുടെ പ്രായമുള്ളവർ, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ കിച്ചണിൽ കുക്ക് ചെയ്യുന്നത്, അലക്കുന്നത്, ഇതൊക്കെ ഫോട്ടോ എടുത്ത് അതിനെ ഭയങ്കര സെക്ഷുവലി രീതിയിൽ ക്യാപ്ഷനൊക്കെ ഇട്ട് സെല്ല് ചെയ്യുന്ന കുറേ ഇതുപോലത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് വിൽക്കുന്ന ഗ്രൂപ്പിന്റെ പേരാണ് ഈ അമ്മ. ആലോചിച്ച് നോക്കിയേ, നമ്മളേതും സൊസൈറ്റിയിൽ ഇപ്പോൾ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഇത് എന്ത് കൾച്ചറാണ് ഇപ്പോൾ ഇവിടെ ഇതായിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇതുപോലെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് കേട്ടോ. ഞാൻ 1, 2, 3, 4 ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞിട്ട് അഡ്രസ്സ് ചെയ്ത് പോകാമെന്ന് വെച്ചിട്ടാണ്. ഇനി മൂന്നാമത്തത് കാൻഡിഡ് എന്ന് പറഞ്ഞിട്ട്, അതിൽ പോസ്റ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ കൂട്ടത്തിലുള്ള, നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള സ്ത്രീകൾ, നമ്മുടെ ഗേൾസ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ, പബ്ലിക്കിലുള്ള ഗേൾസ്, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഇരിക്കുമ്പോൾ ഒക്കെ ഉള്ള അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉള്ള ആംഗിളിൽ ഫോട്ടോസ് എടുത്തിട്ട് അതിനെ സെക്ഷയിലുള്ള രീതിയിൽ അതിൽ വർക്ക് ചെയ്ത് അതൊക്കെ സെല്ല് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. ഏറ്റവും കൂടുതൽ മനസ്സിലാകാത്തൊരു കാര്യമാണ്, ഇതിനു വേണ്ടി മാത്രമാണോ ജീവിക്കുന്നത്? ഈ സെക്ഷൽ സുഖത്തിന് വേണ്ടിയിട്ട്, ഈ ശാരീരിക സുഖത്തിന് വേണ്ടിയിട്ട് ഇതിന് മാത്രമാണോ ഇവിടെ ജീവിക്കുന്നത്? ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ഇഷ്യൂവിൽ ആ കുട്ടിയുടെ പ്രായം മൈനറാണ്. ആലോചിച്ച് നോക്കി. ഈ പാരൻസ് ദയവേദി ഈ ഫോണൊക്കെ മേടിച്ചു കൊടുക്കും. നിങ്ങൾക്ക് ഫോൺ മാത്രം മേടിച്ചു കൊടുത്ത് നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞില്ല. നിങ്ങൾ അവരെന്തിട്ടാ ചെയ്യണമെന്ന് മോണിറ്റർ ചെയ്യണം. ഇവരുടെ കയ്യിൽ ഇത് ആക്സസ് ഉണ്ട്, ഇവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവരിപ്പോൾ ഇവരുടെ മനസ്സിൽ ഇവരുടെ മൈൻഡിൽ എന്ത് കയറി രജിസ്റ്റർ ആവുന്നു, ടീനേജ് ടൈമാണ്. എല്ലാത്തിനോടും ഭയങ്കരമായിട്ടുള്ള ഫാസിനേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കയറി കഴിഞ്ഞാൽ ഇതിനൊക്കെ നോർമലൈസ് ചെയ്തുകൊണ്ടാണ് ഇതുപോലത്തെ ഗ്രൂപ്പുകൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൽ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ഫോട്ടോസ് ഉണ്ട്, ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരിതിനെ നോർമലാക്കി കണ്ട് ഇതിനെന്താ കുഴപ്പം, ആ ഒരു കൾച്ചറിലോട്ട് മാറും. വേറൊരു കാര്യം കൂടി ശ്രദ്ധയിൽ വന്നതാണ്. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, സ്ത്രീകളായിട്ടും ആണുങ്ങളും, അവരുടെ വൈഫും കാര്യങ്ങളും അവരൊക്കെ ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ അതിനെയൊക്കെ എടുത്ത് കൊണ്ടുപോയി എന്നിട്ട് അതിനെതിരെ റിയാക്ട് ചെയ്ത, അല്ലെങ്കിൽ ഈ വിഷയത്തിനെതിരെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ച് റിയാക്ട് ചെയ്ത ഒരുപാട് പേരുടെ കമൻറ്റ് ബോക്സിൽ കണ്ടതാണ്. അവർ ഇതിലിങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്, കോണ്ടന്റ് ക്രിയേഷനൊക്കെ ചെയ്യുന്നത് കൊണ്ടല്ലേ ഇതുപോലത്തെ വീഡിയോസും ഫോട്ടോസൊക്കെ അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അങ്ങനെ ചെയ്യുന്നതെന്ന്. എന്തിൻ്റെ ബേസിലാണ് അവർ പറഞ്ഞത്? ഇപ്പം നമ്മൾ സാധാരണ ആളുകളും നമ്മൾ റീൽ ചെയ്യുന്നില്ലേ, ഡാൻസ് ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്നില്ലേ, എന്നിട്ട് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഫോട്ടോസ്, ഫാമിലിയുടെ കൂടെയുള്ള ഫോട്ടോസ്, വൈഫിൻ്റെ കൂടെയുള്ള ഫോട്ടോസൊക്കെ നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നില്ലേ? ഇതൊക്കെ ഒരു ഡിജിറ്റൽ ഡയറി ഇല്ലേ? ഇത് എന്ത് സെൻസിലാണ് ഇവരിങ്ങനെ പറയുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല.
എന്തിൻ്റെ ബേസിസിലാണ് ഇത് ചെയ്യുന്നത്? മറ്റുള്ളവരുടെ അത് കണ്ട് നമ്മൾ സന്തോഷിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കൂടെ അല്ല നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വരുമ്പോൾ അതിൻ്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളെന്തെങ്കിലും വന്നതിന് ശേഷമല്ല അതിന് പ്രതികരിക്കേണ്ടത്, അതിനു മുമ്പാണ് അതിനോട് തടങ്കല്ല് ഇടേണ്ടത്. മനസ്സിലായോ? ഇതൊക്കെ നമുക്കൊരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. നമ്മളത് വേണ്ടെന്ന് വെച്ചിട്ടാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പലർക്കും അറിയാം. ഇതുപോലത്തെ ഗ്രൂപ്പുകളുണ്ട്, ഇതുപോലത്തെ കാര്യങ്ങൾ ഇവിടെ നടപ്പുണ്ടെന്ന്. അതിനെയൊക്കെ നമ്മളെ ബാധിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞ് വിട്ടു. അങ്ങനെ വിട്ടിട്ട് മാറിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ആരും ഇന്നത്തെ കാലത്ത് സാമൂഹിക പ്രതിബദ്ധതയുള്ള ആരെങ്കിലൊക്കെ ഇവിടെ വേണ്ടേ? അല്ലെങ്കിൽ ഈ കോമഡി കണ്ടൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രം ചെയ്തു പോയാൽ മതി. ഇതുപോലുള്ള ഈ ഈ പോക്കിരിത്തരം കാണിക്കുന്നവന്മാരെയൊക്കെ തടങ്കലിടാനും ഇവരൊന്ന് പേടിപ്പിച്ച് നിർത്താനും ഇവിടെ ആൾക്കാർ വേണ്ടേ? ഇതുപോലത്തെ കാര്യങ്ങളോട് അഡ്രസ്സ് ചെയ്യണം. അല്ലെങ്കിൽ ഇവർക്ക് ഇത് ചെയ്യാനുള്ള ലൈസൻസായി വീണ്ടും. മനസ്സിലായില്ലേ? വേണമെന്ന് വെച്ചാൽ ഇതുപോലുള്ളവരൊക്കെ പൂട്ടാനൊക്കെ ആയിട്ട് പറ്റും. ഞാൻ ഒരു ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനും കൂടി പറഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യാം. ഒരു ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. മെയിൽഡം റേപ്പ് എംപയേഴ്സ്. ഗേൾസ് ഈസ് ഈക്വൽ ടു സെക്സ് ടോയ്സ് / സ്ലേവ്. പെണ്ണാണിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടുള്ളൊരു വസ്തു മാത്രമാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ എഴുതി മുട്ടവൻ്റെയൊക്കെ ഇതുപോലുള്ളവരൊക്കെ ഇതുപോലെ ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഇതിലോട്ട് വന്നു കയറുന്ന ഈ കുഞ്ഞിച്ചെറിയ പിള്ളേരുണ്ടല്ലോ, അവരിതിനെ വളരെ നോർമലൈസ് ചെയ്ത് കാണും. കാരണം അവരുടെ പ്രായതാണ്. കാരണം അവരെ പോലുള്ള ഒരുപാട് മെമ്പേഴ്സ് അതിലുണ്ട്. പിന്നെ അതുപോലത്തെ കൂട്ടുകെട്ടുകൾ, അതുപോലത്തെ ചിന്താഗതികൾ, അങ്ങനത്തെ എൻവയോൺമെൻറ്റ്, പിന്നെ നമ്മുടെ കൂടെ പഠിക്കുന്ന പിള്ളേരുകളെ, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ആ കണ്ണിലൂടെ കാണുള്ളൂ. മനസ്സിലായോ? ഈ പല ഗ്രൂപ്പുകളിലായിട്ട് ഈ ഫ്രണ്ട്സിനെ അവരുടെയൊക്കെ ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെയാണ് എടുത്തിരുന്നേ. മനസ്സിലായോ? എങ്ങനെ വിശ്വസിച്ച് ഇവരുടെ കൂടെയൊക്കെ നമ്മൾ നിൽക്കും? നമുക്ക് അറിയും ഇവരാരൊക്കെയെന്ന്. കാണുമ്പോൾ മാന്യന്മാരായിരിക്കും. മനസ്സിലായോ? കാരണം ഇതുപോലത്തെ ഉള്ള ഈ ഗ്രൂപ്പുകൾ ഈ പിള്ളേർ ഇതിലോട്ട് വന്ന് കയറുമ്പോൾ ചെക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണ് നിങ്ങൾ സ്ത്രീകൾ. അത് ഇതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഒബ്ജക്റ്റ് ആണെന്നുള്ളൊരു ഈ സാധനത്തിൽ അവരെ തലയിലോട്ട് അങ്ങ് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആ പ്രായതാണ്. പിന്നെ അവരവിടെ നിന്ന് വരുമ്പോൾ പിന്നെ അവർക്ക് വേറെ തോട്ട്സ് ഇല്ല. ഇതിനെ പറ്റി മാത്രം ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് ഉള്ള ഫ്രസ്ട്രേഷനിലും അങ്ങനത്തെ കാര്യങ്ങളായിട്ട് ചെയ്യുന്നത്. കഷ്ടമാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും നമുക്ക് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെച്ച് വിടാൻ പറ്റും. ഇതിനൊക്കെ നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ ഒരു ഇതിൽ നമ്മൾ നിർത്തി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലോട്ട് ഇത് പോകും. ഈ നാട് നശിക്കാൻ പോവാണ്, പോയി രക്ഷപ്പെട്ടുള്ളതെന്ന് പറയുന്നത്. ആ ഡയലോഗ് എനിക്ക് ഓർമ്മ തന്നെ. കഴിഞ്ഞ ദിവസമൊക്കെ ആ റീൽസ് ടാപ്പിൽ വരുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ തന്നെ ഇത് ഒരുപാട് പേർക്ക് അറിയാം ഇവിടെ ഇത് നടക്കുന്നുണ്ട്. എന്നിട്ട് എന്താണ് നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ ആരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്? ഞാൻ നോക്കി ഇതിനെപ്പറ്റി വളരെ റയറായിട്ടുള്ളവരെ സംസാരിച്ചിട്ടുള്ളൂ. ഇത് അഡ്രസ്സ് ചെയ്യണം. ഇത് അഡ്രസ്സ് ചെയ്യാണ്ട് വിട്ട് കളഞ്ഞാൽ പറ്റൂല. അപ്പോൾ അവർക്കൊക്കെ അത് ലൈസൻസായി മാറി. ഇതാരും പറയല്ല, ഓക്കെ നോർമലാണ്, ഓക്കെ അതൊന്ന് പോവും. പിന്നെ അതിൻ്റെ തീവ്രത മാറും. ഇവരെ പോലുള്ള ഉള്ളവരൊക്കെയാണ് പിന്നെ വലുതായി കഴിഞ്ഞ് കൂടെ ഉള്ളവരെ പീഡിപ്പിച്ചൊന്നും അവരൊന്നും പീഡിപ്പിച്ചു. ഇപ്പോൾ പ്രായടക്കം കണ്ടിട്ടില്ലേ? ഒക്കെ മൈനറാണ് ഈ പീഡിപ്പിച്ചെന്ന് എന്നൊക്കെ ആയിട്ട് വന്നത്. സഹപാഠി കൂടെ പഠിച്ചവർ എന്നൊക്കെ പറഞ്ഞ് വന്നത്. പ്രായം നോക്കുക. അവർക്ക് അവിടെ നിന്ന് മാത്രം ധൈര്യം വരുന്നത്. പ്രൈവസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ കുട്ടികൾക്ക് എന്തിനാ പ്രൈവസി? ഫോൺ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഫോൺ എന്തിനാ? അവർക്ക് ആ ഫോൺ 16, 15, 17, 16 വയസ്സ് താഴെയുള്ളവർക്ക് അവർക്ക് എന്തിനാ ഫോൺ ഐപാഡ് കൊടുക്കുന്നത്? അവർക്ക് ചിലപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ അവർക്ക് അതിൽ കൂടുതൽ എന്ത് പ്രൈവസി ആയില്ല? നമുക്ക് പാരൻസിന് അതിൻ്റെ മേലെ കൺട്രോൾ വേണം. ഇവരെന്താ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ചെറിയ പ്രായത്തിലൊന്നും ഒരു പ്രൈവസിയുടെ ആവശ്യമില്ല. അവർക്ക് എന്താണ് പർപ്പസ്? പഠിക്കാനാണെങ്കിൽ പഠിക്കുന്ന പർപ്പസ് മാത്രം മതി. അത് ഈ കൂടുതൽ ഒരു സാധനം വേണ്ട. എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാം. ഈ വക സാധനങ്ങളൊക്കെ സ്ട്രിക്റ്റ്ലി നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ കൊള്ളാം. ഈ സിനിമാ നടന്മാരുടെയും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും ക്രിയേറ്റേഴ്സിൻ്റെയും മാത്രം വീഡിയോസും ഫോട്ടോസും മാത്രമല്ല ഈ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ വീട്ടിലെ അമ്മമാരുടെയും നമ്മുടെ പെങ്ങന്മാരുടെയും നമ്മുടെ വൈഫിൻ്റെയും നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ ഫോട്ടോസൊക്കെയാണ് ഈ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണത്. ഇതിനെ നോർമലൈസ് ചെയ്ത് കളയാൻ പറ്റില്ല. നിങ്ങളപ്പോൾ പാരൻസ് ഒക്കെ ദയവേത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കൾ വഴിതെറ്റി പോകണ്ടോ, ഈ ഇതിലോട്ടൊക്കെ പോകണ്ടോ, അല്ലെങ്കിൽ ഇവരെ മോണിറ്റർ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. മനസ്സിലായോ? അപ്പോൾ ആ കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഇതൊക്കെ വീട്ടുകാരുടെയും ഇത് സിനിമാ നടന്മാരുടെയും ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ളവരുടെയും ഒക്കെ ഇതുപോലെ കിടന്ന് ഓടണ്ടെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക, മനസ്സിലാക്കുക. ഇനിയെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് വായ തുറന്ന് സംസാരിക്കുക, അഡ്രസ്സ് ചെയ്യുക. ഓക്കെ.